നമസ്കാരം. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയിരുന്നു. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. 10,000-കണക്കിന് നഴ്സുമാരാണ് സമരത്തിൽ പങ്കെടുത്തത്. അതിനുശേഷം മാനവീയം വീതിയിൽ നടന്ന സംവാദത്തിലും നിരവധി പ്രമുഖർ പങ്കെടുത്തു. സംവാദത്തിൽ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ആർജയും സാമൂഹ്യ പ്രവർത്തകനുമായ കിടിലൻ ഫിറോസും അവകാശങ്ങൾ എന്നുള്ളത് നേടിയെടുക്കാൻ ഉള്ളതാണ്. അതിനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത് സങ്കടകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണ ബംഗാളി തൊഴിലാളികൾക്ക് പോലും ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നത് 35,000-ന് മുകളിലാണ്. എന്നാൽ ചിറവുകളില്ലാത്ത മാലാഖമാരെന്ന് വാഴ്ത്തുന്ന നഴ്സുമാർക്ക് വളരെ തുച്ഛ വരുമാനമാണ് കിട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ പോലെ വിദേശത്തൊക്കെ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും. അവിടുത്തെ ഒരു വർക്ക് കൾച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അതിനെ വിശദമാക്കുന്ന കുറേയേറെ റീലുകൾ ഒരുപാട് നഴ്സ് സഹോദരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതൊക്കെയുണ്ട്. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ ഒരു വർക്ക് പാറ്റേൺ, എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാളാണല്ലോ. നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെ, പ്രത്യേകിച്ച് മക്കൾ വളർന്നു വരുന്നു, അപ്പോൾ അവർ ഭാവിയിൽ നഴ്സുമാരായി നിങ്ങളെ പോലെയൊക്കെ പുറത്തേക്കൊക്കെ പോയാൽ എന്തായിരിക്കുമെന്നൊരു ഒരു പിതാവിൻ്റെ കണ്ണിലൂടെ കാണാറുണ്ടല്ലോ. അപ്പം എനിക്ക് പലപ്പോഴും ഷാൻ ചേട്ടാ ഇപ്പോൾ ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് മനസ്സിലാകാനുള്ളത് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും തമ്മിലുള്ള വ്യത്യാസം ഈ വർക്ക് കൾച്ചറിന്റെ കാര്യത്തിൽ വിദേശ രാജ്യവും നമ്മുടെ നാടുമായിട്ടുണ്ട്. ഇടയ്ക്ക് എന്തോ കണ്ടൊരു റീലിൽ ഒരു പെൺകുട്ടി, നഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയിലേക്ക് ഡോക്ടർ വരുന്നു. എന്നിട്ട് അവളോട് അസൈൻ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു ജോലി അങ്ങോട്ട് പറയുന്നു. അപ്പൊ ഈ പെൺകുട്ടി തിരിച്ച് നഴ്സാണ്, തിരിച്ച് ഈ പെൺകുട്ടി പറയുകയാണ്, വളരെ മാന്യമായി തന്നെ പറയാണ്, അതെനിക്ക് അസൈൻ ചെയ്തിട്ടില്ല ഡോക്ടർ ചെയ്തോളൂ. എത്ര മാന്യമായി ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു. നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ പറയാണ്, ഈ ഫയൽ എടുത്ത് അവിടെ കൊണ്ട് ഇന്ന ബെഡിലെ ഒരാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് ഇനിമയും വെച്ചിട്ട് അയാൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തു പോകും. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു സാറേ, ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്ന് അയാളുടെ മൗലിക അവകാശത്തിലോ അല്ലെങ്കിൽ വർക്കിന്റെ അവകാശത്തിലോ ഉള്ളൊരു കാര്യം ഒരു പോയിന്റ് ഡോക്ടറോട് തിരിച്ചു പറഞ്ഞാൽ പിറ്റേന്ന് അവൾക്ക് പണിയുണ്ടാവില്ല. അപ്പൊ ആദ്യം മാറേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടുകളാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ ഏതൊക്കെയോ ഘട്ടത്തിൽ അടിമകളാക്കുന്ന ഒരു മനോഭാവം നമ്മളിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിന്റെ ടോട്ടൽ ഒരു ലെവലാണ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ് ആണ് മാറേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. രണ്ട്, നമ്മൾ ഇന്ന് ഈ വേദിയിൽ ഇരിക്കുമ്പോൾ വളരെ ആരോഗ്യകരമായി രാഷ്ട്രീയാതീതമായൊരു ചർച്ച സംഭവിക്കുന്നു എന്ന് പറയുന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ചാനലുകളും പങ്കെടുക്കുന്ന ഷാൻ ചേട്ടൻ ഇവിടെ ഇരുന്ന് പറയായിരുന്നു, എല്ലാ ചാനലുകളും ക്ഷണിക്കപ്പെട്ടതുപോലെ വന്നു എന്ന് പറയുന്ന ഒരു പരിപാടി, എല്ലാ മെമ്പേഴ്സും പങ്കെടുക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി. ഇവിടെ മുതൽ മാറേണ്ടത് എനിക്ക് തോന്നുന്നു മനോഭാവമാണ്. കാരണം ഏറ്റവും ആദ്യം ഏറെ ബഹുമാനപ്പെട്ട സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഇന്ന രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ മാത്രമല്ല, ഇന്ന മതത്തിന്റെ ആൾക്കാർ മാത്രമല്ല, ഒരു വിഭിന്നമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവില്ലാതെ ആരുടെ മക്കൾക്കും അല്ലെങ്കിൽ ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും മതപ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്ന മനുഷ്യർക്കും ഒക്കെ നേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭൂമിയിലെ മാലാഖമാരെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ സേവനം ആവശ്യമാണ്. എൻ്റെ വാപ്പ ഒരു 3 വർഷം മുൻപ് SCT ഹോസ്പിറ്റലിൽ പിന്നെ ചെറിയൊരു ഓപ്പറേഷനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് 3 ബൈപ്പാസുകൾ നിരന്തരമായി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം നിങ്ങളൊക്കെ ഊഹിക്കുന്നത് പോലെ തന്നെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ, 3 ബ്ലോക്ക് ഉണ്ട്. അപ്പൊ എന്താണ് ബൈപ്പാസ് എന്നൊക്കെ വിശദീകരിച്ചു തരുന്നു. വാപ്പാക്കാണെങ്കിൽ അങ്ങനെ വാപ്പ ഭയങ്കര എന്നെ പോലെ തന്നെ അധികം പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാത്ത ഒരാളാണ്. ആൾക്കാരുടെ ഇടയിലൊക്കെ പോകുന്ന വാപ്പാക്ക് ഇപ്പോഴും ഭയങ്കര ഷൈയാണ്. അപ്പം ആശുപത്രിയിൽ പോയപ്പോൾ ആശാന് ഭയങ്കര മടിയായിരുന്നു, ഞങ്ങളെങ്ങും അകത്ത് കയറ്റത്തില്ല, നഴ്സുമാരല്ലേ ഉള്ളത്. 14 ദിവസമാണ് അദ്ദേഹം അതിനകത്ത് കിടന്നത്. വളരെ വിജയകരമായി ദൈവാനുഗ്രഹത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം അവിടെ കിടക്കാം. അപ്പൊ എല്ലാ ദിവസവും ഞാൻ പോകും. നഴ്സുമാരാണ് വന്നിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്, വാപ്പയുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഡോക്ടേഴ്സിനെ 2-3 ദിവസത്തിൽ ഒരിക്കൽ പോയി കാണാം. 14ാമത്തെ ദിവസം വാപ്പ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു തരത്തിലും വാപ്പയെ ഞാൻ അങ്ങനെ അത്രയും ബ്രോക്കൺ ആയി കണ്ടിട്ടില്ല. അസുഖം മാറി വാപ്പ അവിടെ നിറങ്ങാണ്. വാപ്പാക്ക് ഭയങ്കര സങ്കടം, സന്തോഷമില്ല. അസുഖം മാറിയിട്ട് എന്താണ് സന്തോഷമില്ലാത്ത എന്നെ ഞാൻ വിശദമായിട്ട് വിളിച്ചിരുത്തി സംസാരിച്ചു. അപ്പൊ എന്നോടൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഈ മക്കളെ ഇങ്ങോട്ടൊന്ന് ചായ കുടിക്കാൻ പോകണം. ഞാൻ ചോദിച്ചു, ഏത് മക്കള്? എനിക്കിപ്പോ കുറച്ച് മക്കളുണ്ടാ, 8 പേരുണ്ട്. അഖില നിഖില വീണ എന്ന് പറഞ്ഞൊരു 16 പേര്. അപ്പ എന്നെ നിർബന്ധിച്ച് ഇവരുടെ ഡ്യൂട്ടി ടൈം നോക്കി എല്ലാവരെയും കിട്ടിയില്ല, അതിലൊരു 4-5 പേരെയും കൊണ്ടുപോയി പുറത്തു പോയി ചായ കുടിച്ചു. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വാപ്പായിലേക്ക് ആ പ്രിയപ്പെട്ട മാലാഖമാർ അല്ലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നഴ്സുമാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഇൻഫ്ലുവൻസ്.
ഞാനതവിടെ കളഞ്ഞു. വാപ്പ ചില സ്വാഭാവികമായിട്ട് പറഞ്ഞ പോലെ നഴ്സുമാർ 14 ദിവസം നിരന്തരം ഇത് ശീലിപ്പിച്ചാണ്. പക്ഷെ ഇന്നും ഓരോ ദിവസവും എന്നെ വിളിക്കുന്നതിനേക്കാളേറെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വാപ്പ അവരെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അവര് വാപ്പയെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്. 2 ദിവസം മുമ്പ് വാപ്പക്ക് പല്ലെടുക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് കൊണ്ടൊന്ന് കാണിച്ചല്ലേ പറ്റൂ, ഇനിയിപ്പോ വേറെ എങ്ങും കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ SCT തന്നെ വരണം. അവിടെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞതും മറ്റേ തേനീച്ചക്കൂട്ടത്തിൽ കല്ലിട്ടതുപോലെ കുറെ നഴ്സുമാർ വാപ്പയെ കണ്ടപ്പോൾ ഓടിയിങ് വരികയാണ്. അവർ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്, ഒരു അച്ഛനും മക്കളും തമ്മിലുള്ള ഞങ്ങളൊക്കെ അതിശയത്തോടെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ബന്ധം. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ പ്രൊഫഷന് മാത്രം അവകാശപ്പെട്ടതാണ്. അതൊരു പക്ഷേ ഡോക്ടർമാർക്ക് അവകാശം പറ്റുമായിരിക്കാം, റെയർ കേസുകളിൽ പറ്റുമായിരിക്കാം. പക്ഷേ ഒരു നേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനാകുന്ന ഞങ്ങളുടെ റേഡിയോയിൽ 92.7 ബിഗ് FM റേഡിയോയുടെ ഞങ്ങളൊക്കെ റേഡിയോയിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എന്നെ 20 വർഷം മുമ്പാണ് ബിഗ് FM എടുക്കുന്നത്. ആ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒറ്റ വാചകമാണ്, ലൈഫ് ബനാവോ എന്നതായിരുന്നു. അത് ഒരുപക്ഷെ എനിക്കതിൽ ഇപ്പോഴും അടിയുറച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ട ലൈഫ് ബനാവോ കോൺസെപ്റ്റുകളിൽ ഏറ്റവും ആധികാരികമായി നിൽക്കുന്നത് നഴ്സുമാരാണ് എന്നുള്ളത് എൻ്റെ തന്നെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അനുഭവത്തിലൂടെ പറയുക. ഇനി അതിൽ അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാനും അത് ചുരുക്കാം. എനിക്കറിയാം നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതങ്ങ് കൊടുക്കാം എന്ന് കരുതുന്നു. അദ്ദേഹം ചോദിച്ച നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറഞ്ഞ മനോഭാവത്തിനപ്പുറം എന്താണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. 2009 ആരംഭിച്ച നിരന്തരമായി തുടരുന്ന ഈ സമരത്തെ ആരും കാണാതിരിക്കുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. കാണുന്നുണ്ടാവും. ആ കാണുന്നതിൽ എന്തുകൊണ്ടൊരു ഉത്തരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നം. ആ ഉത്തരം ഉണ്ടാകാത്തത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡിനെ മനസ്സിലാക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതേ അല്ല. പകരം ഞാൻ ഇതാണ്, എൻ്റെ ഡിമാൻഡ് ഇതാണ്, എൻ്റെ ശേഷി ഇതാണ് എന്നത് നിങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞ കൂടിച്ചേരലുകൾക്ക് മുകളിൽ സോഷ്യൽ മീഡിയ എന്ന വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അവകാശങ്ങളെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വിളിച്ചു പറയാൻ തക്കതായിട്ടുള്ള വലിയൊരു കടൽ അവിടെ കിടപ്പുണ്ട്. അതിനെ കൂടി കുറച്ചുകൂടി കാര്യമായി ക്രിയാത്മകമായി നിങ്ങളുടെ UNA പ്രവർത്തകർക്ക് സംഘടിതമായി പ്ലാൻ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാനിലൂടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്ന അവകാശ സമരങ്ങളിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും ഞങ്ങൾക്ക് 40,000 ശമ്പളം വേണം എന്ന മുദ്രാവാക്യം വിളിക്കുന്ന സമരമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും ക്രിയേറ്റീവായി, ഏറ്റവും മനോഹരമായി പുതിയ ആശയങ്ങളിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ മഹത്വത്തിന്റെ ടെസ്റ്റിമോണിയൽസ്. ഞാൻ കുറച്ചു മുമ്പ് എൻ്റെ വാപ്പാടെ കാര്യം പറഞ്ഞു. ഇതുപോലൊരു പൊതുവേദിയിൽ വാപ്പാട് ആ വിശേഷം പങ്കുവെക്കാനാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇത്തരത്തിലൊരു 100 ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് സംഘടിതമായിട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ ചികിത്സിച്ച അല്ലെ നിങ്ങൾ കൂടെ നിന്ന് നോക്കിയ സ്വന്തം മകളെപ്പോലെയോ മകനെപ്പോലെയോ പരിചരിച്ച പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ വിപ്ലവം വളരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അത്തരം ടെസ്റ്റിമോണിയൽസ് വരട്ടെ. നിങ്ങളുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ ഉണ്ടല്ലോ, ഏതൊരു വിപ്ലവവും സമൂഹത്തിന്റെ അവകാശമായി മാറും. അത് സമൂഹത്തിന്റെ അവകാശമായി മാറുമ്പോൾ മുതൽ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിനകത്തൊരു ആക്ഷൻ എടുക്കേണ്ടതായി വരും. നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ ചരിത്രവും അങ്ങനെയാണ്, അതല്ലാണ്ട് നാടിന്റെ സാംസ്കാരിക ചരിത്രവും അങ്ങനെയാണ്. അപ്പൊ ഈ മൂവ്മെന്റ് ഇന്നിവിടെ ഒരു വലിയ ജനസാഗരം ഉണ്ടാക്കിയെടുക്കാൻ UNAക്ക് കഴിഞ്ഞെങ്കിൽ അതടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും ഒരു വലിയ അലകടലായി സുനാമിയായി മാറട്ടെ. അതുവഴി ഒരു സമൂഹത്തിന്റെ ബോധവൽക്കരണവും സമൂഹത്തിന്റെ മാരകമായ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടട്ടെ. അതുവഴി നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് സമൂഹം നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്ലസ് അവകാശങ്ങൾ എന്നത് നേടിയെടുക്കാനുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ നേടിയെടുക്കാനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് സങ്കടകരമായ സാഹചര്യമാണ്. ഒരു മനുഷ്യന്റെ അവകാശം അവൻ അർഹതപ്പെട്ടതാണ്, അത് നിങ്ങളിലേക്ക് തേടി വരട്ടെ എന്ന് സകലമാന പേരെയും, എല്ലാ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെയും ഈ സമൂഹത്തിലെ സകലമാന ജനങ്ങളെയും വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹൃദയം കൊണ്ട് തന്നെ ആശംസകൾ കൂടി അറിയിക്കട്ടെ.